നിവേദിത മനോജ്. നീറ്റ് 2026 പ്രവേശന പരീക്ഷയിൽ 720-ൽ 686 മാർക്കോടെ കേരള 3ാം റാങ്ക് കരസ്ഥമാക്കിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയായ നിവേദിത മനോജ്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ മനോജ് മോഹനൻ നായരുടെയും പ്രൊഫസറായ ശ്രീജ രാജേന്ദ്രന്റെയും മകളായ നിവേദിത ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ മെഡിക്കൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ പ്രോഗ്രാമിലൂടെ നീറ്റ് പരിശീലനം നേടിയാണ് ഈ മികവാർന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. നീറ്റ് 2026 പ്രവേശന പരീക്ഷയിൽ കേരള 3ാം റാങ്ക് കരസ്ഥമാക്കിയ നിവേദിത മനോജിന് ബഹുമാനപ്പെട്ട കേരള കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിക്കുന്നു. നീറ്റ് എക്സാമിനേഷന്റെ വൺ ഓഫ് ദ ടോപ്പേഴ്സ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിന്റെ സ്വന്തം നിവേദിത മനോജ് നായർക്കും ഫാമിലിയോടും ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൺഗ്രാറ്റുലേഷൻ നിവേദിത. ഇപ്പോ നമുക്കറിയാം 2026 നീറ്റ് എക്സാമിനേഷൻ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീറ്റ് ഉണ്ടായിരുന്നു, റീനീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണയിലും നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലൂടെയൊക്കെയാണ് സ്റ്റുഡൻസ് കടന്നുപോയത്. പക്ഷേ റീനീറ്റിലും നല്ല ഉയർന്നൊരു സ്കോർ, അതും വളരെ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഇപ്പൊ എന്താണ് നിവേദിതയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് റിലീഫാണ്. ലൈക്ക് ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇറ്റ് പെയ്ഡ് ഓഫ്, സോ റിലീഫ്. പിന്നെ ഹാപ്പിനെസ്, താങ്ക്ഫുൾനെസ് എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡ് ബാഗ് പോലെയാണ് റിസൾട്ട് കാണുമ്പോൾ തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നിവേദിതയോടൊപ്പം നമുക്ക് നിവേദിതയുടെ ഫാമിലി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതെൻ്റെ അച്ഛനാണ്, മനോജ് മോഹനൻ നായർ. സോ ഹി വാസ് ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു, ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മ ഇപ്പം ഇല്ല ഇവിടെ, ലൈക്ക് അമ്മ ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീജ രാജേന്ദ്രൻ എന്നാണ് പേര്. പിന്നെ ദിസ് ഈസ് അപ്പൂപ്പൻ്റെ പേര് മോഹനൻ നായർ എന്നാണ്. അപ്പൂപ്പൻ ഒരു റിട്ടയേർഡ് റിസർവ് ബാങ്കിൻ്റെ ഒരു എംപ്ലോയി ആയിരുന്നു. ഇത് അമ്മൂമ്മ ശ്യാമള, ഹൗസ് വൈഫാണ്. നിവേദിത അതുപോലെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളിങ്ങും കാര്യങ്ങളും ഒക്കെ എവിടെയായിരുന്നു? 10th വരെ, +1 +2 ഒക്കെ എവിടെയാണ് പഠിച്ചത്? അപ്പം 9th and 10th ഞാൻ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു. ISC സിലബസാണ് പഠിച്ചത്. 8th വരെ ഞാൻ ദുബായിലായിരുന്നു. അപ്പോഴും ബട്ട് ഐ വാസ് ഡൂയിങ് ISC CBSE ഇടയ്ക്ക് അങ്ങനെ. 11th and 12th ഞാൻ ലോയല സ്കൂൾ ശ്രീകാര്യത്താണ് പഠിച്ചത്. ISC തന്നെ. അപ്പൊ നിവേദിത തന്നെ നമ്മുടെ +1 +2 ഹൈബ്രിഡ് ബാച്ചിന്റെയും ഭാഗമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര കൗതുകത്തോടെ കണ്ടൊരു കാര്യം, അന്ന് നിവേദിത ശരിക്കും ജെയുടെ കോഴ്സാണ് സെലക്ട് ചെയ്തിരുന്നത്. ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചിലായിരുന്നു. പിന്നീട് നമ്മൾ 2025 നീറ്റ് എക്സാം എഴുതി. വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അതിന് ഏകദേശം ആ കട്ട് ഓഫിന് മുകളിലുള്ള ഒരു സ്കോറും നീറ്റിനും വന്നിരുന്നു. ജെയ്ക്കും നല്ല സ്കോർ ഉണ്ടായിരുന്നു. ദെൻ വൈ പിന്നെ എപ്പോഴാണ് നീറ്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ ഒരു ഫോക്കസ് മാറിയത്? അതൊരു 12th ബിഗിന്നിങ് ആയപ്പോഴത്തേക്കുമായിരുന്നു ലൈക്ക് നീറ്റ് ഫോക്കസ്ഡ് ആയത്. അതുവരെ എനിക്ക് IISc ഐസർ ആയിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ അതിന് JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ് എന്നാണല്ലോ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്ത് പഠിച്ചത്. ബട്ട് അത് കഴിഞ്ഞിട്ട് 12th ബിഗിന്നിങ് ഐ ഫീൽ ലൈക്ക് ഞാൻ 11th നമുക്ക് ഹ്യൂമൻ ഫിസിയോളജി ഇല്ലേ, അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് മെഡിസിനിൽ ഇൻ പെർട്ടിക്കുലർ തോന്നി ഞാൻ നീറ്റിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ ശരിക്കും ISC ആണ് സിലബസ്. അപ്പം NCERT ഓറിയന്റഡ് ആയിട്ടാണ് നീറ്റിന്റെ സിലബസ്. അപ്പം എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ശരിക്കും ക്ലാസ്സിലൂടെ പോയ സമയത്താണ് ശരിക്കും ആ ഫീൽ വന്നത്, ഓക്കെ മെഡിസിൻ ആണ് എൻ്റെ ചോയ്സ്. അതിൽ നമ്മളിപ്പം നീറ്റിന് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് തന്നെ വന്നു ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ. ദെൻ ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതെന്തായിരുന്നു ഒരു പർട്ടിക്കുലർ ഒരു
ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് നോട്ട് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നല്ല, പക്ഷെ ഞാൻ എസ്പെഷ്യലി ബിക്കോസ് ഞാൻ പഠിച്ചപ്പോൾ നമ്മൾ JEE എടുത്ത സ്ഥിതിക്ക് വി ഡി നോട്ട് എക്സ്പെക്ട് ലൈക്ക് ബയോ നല്ല മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ തന്നെ പഠിച്ചങ്ങ് എഴുതി നോക്കിയതാ. സോ കോഇൻസിഡൻ്റ്ലി അങ്ങ് കിട്ടി, ലൈക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. പക്ഷേ ഐ ന്യൂ ദറ്റ് ഐ കുഡ് ഡു ബെറ്റർ. പപ്പ ഓൾസോ സെഡ് ലൈക്ക് കുഴപ്പമില്ല, എന്തായാലും റിപ്പീറ്റിന് പ്രിപ്പയർ ചെയ്ത സ്ഥിതിക്ക് വി സൈഡ് ഓക്കെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നും കൂടെ ട്രൈ ചെയ്യാം. സോ അങ്ങനെ പിന്നെ അങ്ങനെ നമ്മള് ബ്രില്യന്റിന്റെ റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ കോഴ്സിലേക്ക് എനിക്ക് തോന്നുന്നു T33 ആയിരുന്നു നിവേദിതയുടെ ബാച്ച്, അലൻ സാറിന്റെ ബാച്ച് ആയിരുന്നു. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മളൊരു ജൂൺ ലാസ്റ്റ് സമയത്താണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഏകദേശം ഈ ഒരു സമയത്ത് അല്ലെ, ജൂലൈ സ്റ്റാർട്ട് ജൂൺ ലാസ്റ്റ് എന്നുള്ളൊരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണത്. അപ്പൊ ഒരു 1 ഇയർ ജേർണി ആയി ബ്രില്യന്റിന്റെ കൂടെ. ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാ കാണുന്നത്? I try to pace myself, especially ബിഗിനിങ്ങിൽ ലൈക്ക് നല്ല ഒരു സ്കൂൾ ഡേ പോലെ ടൈപ്പ് സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ലൈക്ക് ഓവറായിട്ട് 12-14 hours ഒന്നും തുടങ്ങിയില്ല. അത് ഞാൻ ഈ വർഷമാണ് അങ്ങനെ അത്രയും ഇന്റൻസ് സ്റ്റഡി റൊട്ടീനിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ ലൈക്ക് നോർമൽ പേസിൽ ബാക്കിയെല്ലാം നടന്ന് ലൈക്ക് ഐ എൻജോയ്ഡ് ദ ഡ്രോപ്പ് ഇയർ ഓൾസോ. റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ ആണ് സ്റ്റുഡന്റ് സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മള് വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഓഫ് കോഴ്സ് വലിയൊരു വിജയമാണ് നിവേദിത നേടിയെടുത്തത്. അപ്പം ഈ വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം പേരൻസിനാണെങ്കിലും ഒരു കൺസേൺ ഉണ്ടാവില്ല. കാരണം ഇത്രയും എല്ലാവരും റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓഫ്ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ള ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം സ്റ്റുഡൻറ് അത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീല്? അങ്ങനത്തെ ഒരു കൺസേൺ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ ഓപ്ഷൻ തന്നെയായിരുന്നു റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അങ്ങനെ പണ്ട് തൊട്ടേ അവളങ്ങനെ പഠിക്കാനായിട്ട് പുറകെ നടക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. അവൾ തന്നെ പഠിക്കുമായിരുന്നു. പിന്നെ അവളുടെ എന്താ പറയുന്നത്, അവൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പം ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേറെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് ഡാൻസും കാര്യങ്ങളും അതെല്ലാം അവൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അല്ലാതെ ഹോസ്റ്റലിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്റ്റഡീസ് ആവും. അപ്പം അതൊരു ഔട്ട്ലോട്ട് എത്തിയാന്. അപ്പം അതിനെക്കാട്ടും നല്ലത് അവൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഭക്ഷണമാണ്. അമ്മ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് യാതൊരുവിധ കംഫർട്ട് സോൺ അത് പിന്നെ അങ്ങ് പൊക്കോളും. അപ്പൊ അത് ഓക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം നിവേദിത പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് തന്നെയാണ് പഠിച്ചു പോയത് ഒരു വർഷം. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഇപ്പം സ്റ്റുഡന്റിന്റെ ഒരു വ്യൂവിൽ നല്ലാതെ പേരൻസിന്റെ ഒരു വ്യൂവിൽ അതെങ്ങനെ ഒരു അത്ര നല്ല ഇന്റൻസ് ആയിട്ടുള്ള ഒരു പഠനം എന്താണെങ്കിലും ഇത്രയും നല്ലൊരു റിസൾട്ടിന് ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെയാ ഒരു ബേസിക്കലി പണ്ട് തൊട്ടേ ഞങ്ങളുടെ ആസ് എ കുടുംബം ഞങ്ങൾ ഒരു 9 മണിയാകുമ്പം ഉറങ്ങുന്ന കുടുംബമാണ്. പണ്ട് തൊട്ടേ ഞങ്ങൾ 9 മണിക്ക് ഉറങ്ങി ഒരു 4 മണി 4:30 ആ ഒരു റേഞ്ചിൽ എഴുന്നേറ്റുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 9-9:30 ആകുമ്പം എന്തായാലും ഉറങ്ങും. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 5 മണി വരെ വീണ്ടും ഇരുന്ന് ഉറങ്ങും അവൾ റൂമിൽ പോയിരുന്നത്. പിന്നെ ഒരു 5 മണിയാകുമ്പോഴേ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. പിന്നെ അതങ്ങ് പഠിച്ചോളൂ. 5 to ഒരു മേ ബി ഒരു 7:30 പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8:30 തൊട്ട് പിന്നെ ഒരു 11:30-12 വരെ ഇരുന്ന് പഠിക്കും. പിന്നെ ഒരു ബ്രേക്ക്, പിന്നെ വീണ്ടും ഒരു 1:30 തൊട്ട് വൈകുന്നേരം ഒരു 5 മണി അങ്ങനെ പോയി ഒരു രാത്രി ഒരു 8:30 ആകുമ്പോഴത്തേനും പഠിത്തവും തീരും, ഭക്ഷണവും തീരും. അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ ഉറങ്ങും. ഇതാണ് റുട്ടീൻ, വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഡാൻസ് ഉണ്ട്, പിന്നെ അവളൊരു ജിമ്മിൽ പോവായിരുന്നു, ആ ജിമ്മിൽ പോവും. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇതുണ്ട്. അപ്പം എപ്പോഴും സ്റ്റഡി ഫോക്കസ്ഡ് അല്ല, കുറച്ച് എന്താ പറയുന്ന ഒരു ബാക്കി കാര്യങ്ങളും കൂടെ ഇൻവോൾവ് ആണ്. പിന്നെ ഇവള് കുറച്ച് വായിക്കും. അത് ഈ ഇടയ്ക്കായിട്ട് കുറവായിരുന്നു. ഇപ്പം വീണ്ടും പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ നീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇവള് ഭയങ്കര എന്താ പറയുന്ന ഡൗൺ ആയി പോയായിരുന്നു. ആ ഇത് വന്നപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഇവിടെ വെള്ളയമ്പലത്തൊരു കടയിരിക്കുമ്പോഴായിരുന്നു ഇവളുടെ കണ്ണാടിയുടെ പവർ മാറ്റാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ കണ്ണാടി പിന്നെ ആ കടയിരിക്കുമ്പോൾ ഒരു ന്യൂസിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു ബാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഇല്ല, വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കണ്ണാടി വാങ്ങിച്ചിട്ട് പോയാൽ മതി. അപ്പം അങ്ങനെയായിരുന്നു ഇത്. പിന്നെ ഒരു ഇച്ചിരി കൂടെ സമയം എടുത്തു പിന്നെ ഒന്ന്, കാരണം ഒരു 2 ദിവസം പിന്നെയും സങ്കടമായിരുന്നു. എന്തുവാണിത്, ഇങ്ങനെ എന്തിനാണ് നമ്മളെ കടന്നുപോയി. പിന്നെ വീണ്ടും പിക്കപ്പ് ചെയ്തു സാധാരണ പോലെ. എക്സാമിനേഷൻസ് പിന്നെ ഓഫ്ലൈൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എന്താണ് പെട്ടെന്ന് തന്നെ പ്രോസസ്സിലേക്ക് വന്നു.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാമിലിയൊക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ശരിക്കും ഇപ്പോൾ ഇത്രയും ടോപ്പ് മാർക്കോട് കൂടി നമ്മൾ നീറ്റ് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ വൈ ബ്രില്യൻറ്റ്? ഐ മീൻ ലൈക്ക് കേരളയിലെ ഫോർമോസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ ബ്രില്യൻറ്റ്. സോ ഞാൻ ഏറ്റവും കൂടുതൽ പേര് കേട്ടത് ബ്രില്യൻറ്റ് തന്നെയാണ്. പിന്നെ ലൈക്ക് എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു ബ്രില്യൻറ്റ് മറ്റേ ഹൈബ്രിഡ് ലൈക്ക് കോച്ചിങ് ബാച്ച് ഉണ്ടായിരുന്നു. സോ അങ്ങനെ കേട്ട് ഞാൻ അവസാനം ബ്രില്യൻറ്റ് തന്നെയാണ് എടുത്തത്. ലൈക്ക് 11th ഞാൻ ബ്രില്യൻറ്റ് ആയിരുന്നു എടുത്തത്. ആൻഡ് ഫുൾ സ്കോളർഷിപ്പ് ഓഫർ ചെയ്തായിരുന്നു, എല്ലാ മെറ്റീരിയലും എല്ലാം അപ്പം ഫ്രീ ആയിട്ട് തന്നു. അതുകൊണ്ട് ലൈക്ക് ബ്രില്യൻറ്റ്. ശരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ ആ ഹൈബ്രിഡ് ബാച്ചിന്റെ കൂടെ നീറ്റ് എഴുതിയപ്പോൾ സ്കോർ എത്രയായിരുന്നു? 535 ഫുൾ സ്കോളർഷിപ്പിന്റെ സ്കോർ തന്നെ ഉണ്ട്. ഉണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോ ഒരു ഞാൻ നേരത്തെ ചോദിച്ചത്, അതായത് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓൺലൈൻ ബാച്ച് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ക്യാമ്പസിൽ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൽ ഒരു ദിവസം ഇത്ര സമയം സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലാണ്, ക്ലാസ് റൂം അവിടെ കിട്ടുന്ന അതേ ലെവലിലുള്ള ക്ലാസ് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിലും അത് റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന്റെ കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്കറിയാം, വീട്ടിലിരിക്കുന്ന സമയത്ത് പല സ്റ്റുഡൻസും ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്, ആ ഒരു എങ്ങനെ ഒരു വീക്കിനെയൊക്കെ സ്ട്രക്ചർ ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോയത്? സോ ക്ലാസ്സസ് ഫസ്റ്റ്ലി ലൈവ് ക്ലാസ് തന്നെയായിരുന്നു. സോ അതൊരു ലൈക്ക് പോർഷൻ കവർ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ബ്രില്യൻറ്റ് തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ നമ്മൾ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഐ തിങ്ക് എവറി ഡേ ഒരു 2-3 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. സോ അത് ഞാൻ ആക്ച്വലി ഐ യൂസ് ടു വാച്ച് റെക്കോർഡഡ് ക്ലാസ്, ആ ഓപ്ഷനും ഉണ്ടല്ലോ. സോ അത് നമുക്ക് നമ്മുടെ പേസിൽ കണ്ട് പോസും പ്ലേ ഒക്കെ ചെയ്ത് അങ്ങനെ ഞാൻ കാണുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഞാൻ സമയം വെക്കുമായിരുന്നു. ഓവറോൾ ഐ തിങ്ക് പഠിച്ചുകൊണ്ടിരുന്ന ലൈക്ക് ലാസ്റ്റ് ലൈക്ക് 2025 തുടങ്ങിയപ്പോൾ ലൈക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഒരു ഡെയിലി 10 to 12 hours പഠിക്കുമായിരുന്നു. ആൻഡ് ഡിസ്ട്രാക്ഷൻ്റെ കാര്യം പിന്നെ ലൈക്ക് അവോയ്ഡ് സോഷ്യൽ മീഡിയ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറേയില്ലായിരുന്നു ലൈക്ക് നീറ്റ് പ്രെപ്പ് സമയത്ത്. പിന്നെ മെയിൻലി ആവശ്യം വരുവാണെങ്കിൽ വാട്സാപ്പ് ആരെങ്കിലോടും സംസാരിക്കാൻ, അത്രയൊക്കെ ഉള്ളൂ. യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ബാച്ച് യൂസ് ചെയ്യുമ്പോൾ വാട്സപ്പ് നമുക്ക് ക്ലാസിന്റെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത് വാട്സപ്പും ഒരു ബേസിക് കോൺടാക്ടിന്റെ വാട്സപ്പ് യൂസ് ചെയ്യാം. അല്ലാതെ ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാം ഇപ്പൊ വീക്കിലി സൺഡേകളിൽ നമുക്ക് എക്സാമിനേഷൻസ് ഉണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അറിയാമായിരുന്നു നിവേദിത പറഞ്ഞു. ഇപ്പൊ ഈ ഒരു 3 hours നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ടൈംലി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതും ടൈംലി ആയിട്ട് ചെയ്യുന്നത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ എക്സാമിനേഷൻസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തേ ഈ ഒരു പ്രോസസ്സിൽ? കുറെ എക്സാംസ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതിന്റെ കാട്ടിലും തിയറി വായിക്കുന്നതിന്റെ കാട്ടിലും എക്സാംസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആസ് മെനി എക്സാംസ് ആസ് പോസിബിൾ എഴുതുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ റീനീറ്റിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തൊട്ട് ഞാൻ പരീക്ഷകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലൈക്ക് അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുമല്ലായിരുന്നു. സോ ടൈംലി ചെയ്യുന്നത്, പിന്നെ ലൈക്ക് കുറേയൊക്കെ ലൈക്ക് ഓപ്ഷൻസ് നമുക്ക് ആൻസർ അറിയത്തില്ലെങ്കിലും നമ്മളിങ്ങനെ എലിമിനേറ്റ് ചെയ്തൊക്കെ ആൻസർ ചെയ്യാൻ നോക്കണമല്ലോ. സോ അതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ എക്സാംസ് കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓൾസോ ബ്രില്യൻറ്റിൻ്റെ ലൈക്ക് എക്സാം റേഞ്ച് ഭയങ്കര ഒരു വൈഡ് റേഞ്ച് ഉണ്ടായിരുന്നു. ലൈക്ക് ചിലപ്പം ഈസി, ചിലപ്പം മോഡറേറ്റ്, ചിലപ്പം നല്ല ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ്. സോ എല്ലാ കൈൻഡ് നമുക്ക് കാണാൻ പറ്റി. എല്ലാ ടൈപ്പും എനിക്ക് തോന്നുന്നു നമ്മള് ഈ റീനീറ്റ് എന്ന് പറഞ്ഞപ്പം മിക്കവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് തന്നെ ഒരു സിമ്പിൾ എക്സാം ആണ്. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റത്തെ മോഡൽ ഒരു 3 മോഡൽ മുമ്പ് അത്യാവശ്യം ടഫ് എക്സാമിനേഷൻ വരികയും ചെയ്തു. അന്ന് ഫിസിക്സ് ടഫ് ആയപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞു ഇത്രയും ടഫ് വരും ഒരു, പക്ഷെ അതൊരു പ്രാക്ടീസ് ആയിരുന്നു. അതുപോലെ എനിക്ക് നിങ്ങൾക്ക് ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള എക്സാം വരുമ്പോഴും തലേ ദിവസം പ്രിപ്പറേറ്ററി എക്സാം ഇത്തിരി ടഫ് ആയിട്ട് തന്നത് ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അതെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം 27ഓളം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ലെക്ചർ നോട്ടും ബ്രെയിൻ പോയിന്ററും ഒഴിച്ചാൽ ബാക്കി എല്ലാ ടെക്സ്റ്റുകളും ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ എനിക്കൊന്ന് അസേഷൻ റീസൺ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ടെക്സ്റ്റ് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇത്തവണ റീനീറ്റിന് ബയോളജിയിൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നീറ്റിന് അതില്ലായിരുന്നു. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ്, അതായത് ഈ മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് ആ ഒരു ഓറിയന്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് നിവേദിതയുടെ ഒരു അഭിപ്രായം? സോ ലൈക്ക് ഐ ഫീൽ ഞാൻ എല്ലാ ചാപ്റ്ററും കഴിയുമ്പം ബ്രില്യൻറ്റിൻ്റെ വർക്ക് ബുക്ക് ചെയ്യുമായിരുന്നു. അത് ബേസിക്കലി ലൈക്ക് കോൺസെപ്റ്റ്സിനൊന്ന് ഒരു ലൈക്ക് ഡെപ്ത് കൂട്ടാൻ ഒരു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യാൻ തുടങ്ങി. അത് ഇച്ചിരി കൂടെ ലൈക്ക് ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലൈക്ക് ഐ തിങ്ക് level 1, level 2, level 3 അങ്ങനെ ഉണ്ടായിരുന്നു. സോ level 3 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അങ്ങനെ അതെല്ലാം ലൈക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. യുനോ എന്തായാലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണല്ലോ നമ്മളുടെ മെയിൻ. സോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽസ് എല്ലാം ആ രീതിയിൽ ശരിക്കും ഒരു ജനുവരി നമ്മൾ ഇപ്പൊ ജനുവരി ലാസ്റ്റ് ആണ് നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നമ്മൾ മോഡലിലേക്ക് കയറുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരുപാട് സ്റ്റുഡൻസ്
ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ സ്റ്റഡി മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് ആ സമയം ആകുമ്പോഴേക്കും, അതായത് 27 ടെക്സ്റ്റ് ഉണ്ട്, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 9 ടെക്സ്റ്റുകളിൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത, ബാക്കി എല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും ക്ലാസ് തീരുന്ന ഒരു സമയത്തോടു കൂടി തന്നെ ഒരു നീറ്റ് ആസ്പിറന്റ് ചെയ്ത് തീർക്കേണ്ടതാണോ? ഞാൻ ആക്ച്വലി ചെയ്ത് തീർത്തില്ലായിരുന്നു. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ റിവിഷൻ്റെ സമയത്തായിരുന്നു ചെയ്യാൻ തുടങ്ങിയത്. ലൈക്ക് ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുമായിരുന്നു. അതിന് മുമ്പ് ഞാൻ വർക്ക് ബുക്ക് മാത്രമേ തീർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ ആക്ച്വലി ഈ റീനീറ്റിന്റെ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. സോ എല്ലാം ചെയ്യാൻ പറ്റി. തിയറി പിന്നെ ISC ആയിരുന്നു നിവേദിത പഠിച്ചത്. അപ്പൊ ബയോളജി ഒക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം. ശരിക്കും ബയോളജിക്ക് എപ്പോഴും നമ്മുടെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് ഫിസിക്സ് ആണ് കംപ്ലീറ്റ്ലി, അതായത് ഫിസിക്സിൽ മാർക്ക് കുറയും അല്ലെ ഫിസിക്സിന്റെ റേഞ്ച് കൂടുതലായിരിക്കും എന്നുള്ളൊരു സെൻസിൽ ഒരു പ്രീ കൺസെപ്ഷൻ ഉണ്ട്, ഇങ്ങനെയാണ് ഫിസിക്സ്. അപ്പം ബയോളജി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളും ഈ കൂടുതലും സമയത്തെ ഫിസിക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നിവേദിത അതെങ്ങനെയായത്? ബയോളജിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു? ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് കൈൻഡ് ഓഫ് ഫിസിക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സ്. സോ എനിക്ക് ബയോളജിയാണ് ടഫസ്റ്റ് സബ്ജക്ട്. സോ ഞാൻ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം, ലൈക്ക് ഡെയിലി എന്തായാലും ഞാൻ NCERT വായിക്കുമായിരുന്നു. അങ്ങനെ സോ ആൻഡ് ബയോ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരിക്കും. അസേർഷൻ റീസൺ എസ്പെഷ്യലി എനിക്ക് എപ്പോഴും തെറ്റുന്നതുമാണ്. സോ ഞാൻ ബയോയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഫിസിക്സ് ഞാൻ ചെയ്യുമായിരുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് എനിക്ക് അങ്ങനെ അത്രയും ഒരു പേടി കൂടുതൽ ഫിസിക്സിനല്ല ബയോളജിക്കായിരുന്നു എനിക്ക്. അപ്പൊ അത് നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ NCERT ആണെങ്കിലും നമ്മൾ മോഡൽ എക്സാം ഒക്കെ വരുമ്പോഴാണല്ലോ സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ബയോളജി ഒക്കെ എത്ര തവണ വായിക്കുന്നു അത്രയും നല്ലതാണ്, സെന്റൻസ് ബൈ സെന്റൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അത് ആ ഒരു അത്ര ഡെപ്തിൽ തന്നെ ആയിരുന്നോ ബയോളജി ഒക്കെ? ഡെഫിനറ്റ്ലി. ഞാൻ ലൈക്ക് ആദ്യമൊക്കെ കുറെ മറ്റേ ലെക്ചർ നോട്ട്സ് ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിൽ കുറെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ അത് ആദ്യമൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഫോക്കസ് ലൈക്ക് നമ്മൾ NCERT തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ടുവേർഡ്സ് ദി എൻഡ്. ശരിക്കും ഈ ബയോളജിക്ക് നമ്മളെ NCERTയില് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ അല്ലെ? ഒരു സെപ്പറേറ്റ് ലെക്ചർ നോട്ട്. ഫിസിക്സിലൊക്കെ എന്താണല്ലോ ലെക്ചർ നോട്ട് നമ്മൾ തന്നെ കൈയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? അതോ? ഇല്ല, ഞാൻ നോട്ട്സ് അങ്ങനെ എടുത്തിട്ടില്ല. എക്സെപ്റ്റ് ഫോർ ലൈക്ക് ഓർഗാനിക് കെമിസ്ട്രി ഞാൻ തന്നെ നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു. അല്ലാതെ ഞാൻ ഒന്നിനും നോട്ട്സ് ഉണ്ടാക്കിയില്ല. ടെക്സ്റ്റ് വെച്ചു തന്നെയാണ് പഠിച്ചു പോയത്. ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ കൂടുതൽ റിലേ ചെയ്തിരുന്നത് അല്ലേ? ഓക്കെ, അത് നമ്മളെ ഒറിജിനൽ എക്സാമിനേഷന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ എനിക്കൊന്ന് ഇത്തിരി ടഫ് റേഞ്ച്, എക്സാമിന്റെ റേഞ്ച് കൂടുമ്പോ റാങ്ക് ടോപ്പ് എൻഡിലേക്ക് അടുക്കുന്ന ആളായിരുന്നു നിവേദിത. അങ്ങനെയാണ് മോഡൽ എക്സാമിനേഷൻസിന്റെ കാര്യത്തിൽ. അപ്പൊ ഇത്തവണത്തെ എക്സാം ടഫ് ആയതും നമ്മളെ അത് രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഓൺലൈൻ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ റിപ്പീറ്റ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇപ്പം റിപ്പീറ്റേഴ്സ് ക്യാമ്പസിലാണ്, അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഇപ്പൊ ഈ വർഷത്തെ എക്സാമിനേഷൻ ഇനി ഓൺലൈനിലേക്ക് ആവുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്ത 26ലെ എക്സാം എന്താണേലും പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ബാച്ച് സെലക്ട് ചെയ്യുമ്പോഴും ഇപ്പം നിവേദിത ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം റിപ്പീറ്റേഴ്സ് ക്യാമ്പസിലാണ് ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ റിയൽ ടൈം ആയിട്ട് നമ്മൾ ആ എക്സാം അറ്റ്മോസ്ഫിയറിനെ എക്സ്പീരിയൻസ് ചെയ്തത് അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഈ ഒരു എക്സാമിനേഷനിൽ? ഐ മീൻ ലൈക്ക് ടൈം മാനേജ്മെന്റ് വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് പെൻ ആൻഡ് പേപ്പർ എക്സാം എഴുതുന്നത്. കാരണം OMR ഒരു പ്ലാനിങ് വേണം, എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലൈക്ക് ഓൺലൈൻ എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി നമുക്കൊരു പേജ് ലിമിറ്റ് ഇല്ലല്ലോ. സോ ലൈക്ക് ഞാനൊരു നോട്ട്ബുക്ക് വെച്ചിട്ട് കുറേ പേജ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യുമായിരുന്നു. സോ അവസാനം മറ്റേ ഈ റിയൽ പേപ്പർ കിട്ടുമ്പോഴേ നമ്മൾ ആ ലിമിറ്റഡ് സ്പേസിൽ ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫൈനൽ എക്സാം. പിന്നെ ലൈക്ക് ഐ ഫീൽ ബ്രില്യൻ്റെ പേപ്പർ എന്ന് വെച്ചാൽ നീറ്റിൻ്റെ പേപ്പറിൻ്റെ അതേ ഫോർമാറ്റ്, അതേ ഫോണ്ട്, സ്പേസിങ് എല്ലാം കറക്റ്റ് ആണ്. സോ ലൈക്ക് ശരിക്കും നമ്മൾ നീറ്റിന്റെ പേപ്പർ കാണുമ്പോൾ നമ്മളൊരു പുതിയ പേപ്പറാണ് തോന്നുന്നില്ല നമുക്ക്. നിങ്ങൾ ആ മോഡൽ എക്സാം എഴുതിയ ഫ്ലോയിലുള്ള ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും. പിന്നെ ഏകദേശം സമയവും സെയിം തന്നെയല്ലേ? നിങ്ങൾ ആ ഒരു ഉച്ച കഴിഞ്ഞ സമയം തന്നെയാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിവേദിതയുടെ ഒപ്പം നമ്മുടെ ഈ ഇപ്പൊ നീറ്റ് എക്സാമിനേഷന് 10th റാങ്ക് വന്ന ഒരു സ്റ്റുഡന്റ്, നിങ്ങൾ ഇവിടെ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചിരുന്ന ആളാണ്. റീനീറ്റിന്റെ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രം സെന്ററിൽ തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ബ്രില്യന്റ് ആ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ കേരള ആ ഒരു എൻട്രൻസിന്റെ ഏരിയയില് റിയലി മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ കൂടെ തന്നെ നമുക്ക് ആ ഒരു എക്സാം ഹാള് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. പലപ്പോഴും റാങ്ക് ലിസ്റ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് നിവേദികനെ ഇപ്പം പലരുടെയും പേരുകൾ, ഇപ്പോൾ റിസൾട്ട് ഒക്കെ അനൗൺസ് ആകുമ്പോൾ പല പേരുകൾ പറയുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്തിരുന്ന ആളുകൾ തന്നെ ആ ഓർഡറിനകത്ത് വരുന്നു, അതിലൊരാളായിട്ട്. അപ്പൊ ആ ഒരു ശരിക്കും നിങ്ങൾ ഓഫ്ലൈൻ എഴുതുന്ന സമയത്ത് ആ എക്സാമിന്റെ ആ ഒരു അത് മനസ്സിലാക്കിയിരുന്നോ? നമ്മുടെ കൂടെ മത്സരിക്കുന്നവർ തന്നെ ആയിരിക്കും ഈ ഒരു റിയൽ കോമ്പറ്റീഷനിൽ വരുന്നത്? ഡെഫിനറ്റ്ലി. ലൈക്ക് മറ്റേ ഈ കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. കാരണം ആ റാങ്ക്സ് ഒക്കെ വരുമ്പം
ലൈക്ക് റാങ്ക് അനൗൺസ് മീറ്റിംഗ്സ് ഉണ്ട് ആൻഡ് നമുക്ക് മറ്റേ പ്രൈസ് കിട്ടുമ്പോഴൊക്കെ എല്ലാവരെയും അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ അവരുടെ മാർക്സ് കേൾക്കാം. സോ നമുക്ക് ഒരു ഐഡിയ വരും എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആവും, നമ്മളും പഠിക്കും. അങ്ങനെ സോ വെരി കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഇപ്പം റീനീറ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ മോഡൽ എക്സാമിനേഷന്റെ സമയത്തും നമുക്ക് ചില കൺഫ്യൂഷൻസ് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, പല കാര്യങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അതെങ്ങനെയായിരുന്നു? ഇപ്പം നിവേദിയുടെ ക്ലാസ് ടീച്ചർ അലൻ സാർ ആയിരുന്നു, T33 ആയിരുന്നു ബാച്ച്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു മെന്റർ സപ്പോർട്ട് വർക്ക് ചെയ്തിരുന്നത്? ആക്ച്വലി അലൻ സർ വാസ് വെരി ഹെൽപ്ഫുൾ. ലൈക്ക് എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അലൻ സർ വിളിക്കുമായിരുന്നു. സോ റിസൾട്ടിൻ്റെ കാര്യം സംസാരിക്കും. പിന്നെ ലൈക്ക് എൻ്റെ റാങ്ക് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് എസ്പെഷ്യലി ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ കുറേ പോകുമായിരുന്നു. മാർക്സ് അത്രയും പോകും. ലൈക്ക് മാർക്സ് ഞാൻ ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ റാങ്ക് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. സോ അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു പേടി തോന്നും. പക്ഷേ അലൻ സർ നന്നായിട്ട് ലൈക്ക് മോട്ടിവേറ്റ് ചെയ്ത് ആ സ്പിരിറ്റ്സ് ഹൈ ആക്കി വെച്ചത് ഡെഫിനറ്റ്ലി അലൻ സർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെരി യൂസ്ഫുൾ ആണ്. ഭയങ്കര ലൈക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് തോന്നുമല്ലോ. ലൈക്ക് എല്ലാവർക്കും 1-to-1 ആയിട്ട് സംസാരിക്കാൻ പറ്റും, ഡൗട്ട്സ് എല്ലാം ചോദിക്കാൻ പറ്റും. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ ലേണിംഗ് ആപ്പ്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇ ലേണിംഗ് ആപ്പിന്റെ ഇപ്പോൾ ഓൺലൈൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു വലിയ കൺസേൺ ആണ് ഡൗട്ട് ക്ലിയറൻസിന്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, പക്ഷെ നിവേദിത പറഞ്ഞു റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയറൻസ് യൂസ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഇ ലേണിംഗ് ആപ്പിന്റെ അതായിരിക്കുമല്ലോ പിന്നെ അടുത്ത ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരുന്നു യൂസ് ചെയ്തത്? സോ ഇ ലേണിംഗ് ആപ്പിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ലൈക്ക് ഡൗട്ട് ഫോറം എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ഡൗട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ലൈക്ക് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണമല്ലോ ലൈക്ക് ഡൗട്ട് പോസ്റ്റ് ചെയ്യാം. ആൻഡ് 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ AI-യോട് ചോദിക്കാം, അല്ലെങ്കിൽ മെന്ററിനോട് ചോദിക്കാം. സോ ലൈക്ക് മെന്ററിനോട് ചോദിച്ചാലും നല്ല ഫാസ്റ്റ് റെസൊല്യൂഷൻ ആയിരുന്നു. ആൻഡ് ലൈക്ക് ബേസിക്കലി എല്ലാം ക്ലിയർ ആവും. ലൈക്ക് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് പോലെ തന്നെ വർക്ക് ചെയ്യും. വോയിസ് മെസ്സേജ് അയക്കുമായിരുന്നു ടീച്ചേഴ്സ്. വോയിസ് മെസ്സേജ് ഞാൻ അവിടെ ലേണിംഗ് ആപ്പിന്റെ റൂമിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഒരു പാനൽ ഓഫ് പ്രോസസ് ഇരുന്ന് സ്റ്റുഡൻസിനെ റെസ്പോണ്ട് ചെയ്യുന്നത് വോയിസ് ആയിട്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുണ്ട് ആയിരുന്നു. ഇപ്പോ ഒരു വർഷം നമ്മൾ ഒരു കോഴ്സിന് വേണ്ടി ചെലവാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പഠിത്തത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ എപ്പോഴും ഉണ്ട്. എങ്കിലും ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടൊരു ക്യാമ്പസിലുള്ള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഫ്രണ്ട്സ് അങ്ങനെ ഒരു സർക്കിൾ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഇന്റർവെൽ സമയത്ത് നമ്മൾ പല ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു റിലാക്സ്ഡ് സ്റ്റേജിലോട്ട് വരും. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് പല സ്റ്റുഡൻസും പറയുന്നത് അതായത് ഒരു സാച്ചുറേഷൻ ഫീൽ തോന്നുക, ഇനിയും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്തത്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എങ്ങനെയാണ് നിവേദിത എന്നെ ഡീൽ ചെയ്തത്? എങ്ങനെയാണ്? സോ ഫസ്റ്റ്ലി ലൈക്ക് ഞാൻ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പം ലൈക്ക് ഐ കുഡ് ലൈക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, ലൈക്ക് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യണം എന്നില്ലല്ലോ. സോ എനിക്ക് സാച്ചുറേഷൻ ആയിട്ട് ഫീൽ ചെയ്താൽ ഞാൻ അപ്പം കാണത്തില്ലായിരുന്നു. കാരണം എനിക്കപ്പം ലൈക്ക് ഐ കാൺ ടേക്ക് ഇൻ ഇൻഫർമേഷൻ റൈറ്റ്. അപ്പോൾ റെഡി ആകുമ്പോൾ മാത്രമേ ഞാൻ ക്ലാസ് കാണത്തുള്ളായിരുന്നു. പിന്നെ ആ ഒരു ഗ്യാപ്പിലും പഠിക്കുന്ന പ്രോസസ് തന്നെ എന്തെങ്കിലും ചെയ്യുമോ? മേ ബി ലൈക്ക് റിവിഷൻ ചിലപ്പോൾ ചെയ്യും, പക്ഷെ പുതിയതായിട്ട് ഞാൻ പഠിക്കത്തില്ല കാരണം സാച്ചുറേറ്റഡ് ആണെങ്കിൽ. പിന്നെ എനിക്ക് ലൈക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു once a week. സോ അതൊക്കെ ഒരു കൂൾ ഡൗൺ ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഭരതനാട്യം. നമുക്ക് അങ്ങനെ സ്ട്രെസ് ഓക്കെ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ആ ഒരു ഫാക്ടർ അതായത് ശരിക്കും പിന്നെ എനിക്കും നിവേദിയോട് സംസാരിക്കുമ്പോഴും റിസൾട്ട് ഒക്കെ വന്നപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ആണ് അങ്ങനെ ഒരു വലിയ ടെൻഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എക്സാമിനെ ഓക്കെ രീതിയിൽ എടുക്കുന്ന ആളായിരുന്നു. അപ്പൊ നിവേദിത പറഞ്ഞു ഇതുപോലെ നമ്മൾ +1 +2 ശരിക്കും ഹൈബ്രിഡ് ഓൺലൈൻ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ MBBS ആയിരുന്നില്ല തുടങ്ങിയ സമയത്ത് ഒരു ഡ്രീം. തന്നെ +1 ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ MBBS എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ പല സ്റ്റുഡൻസും ആ ഒരു ഡ്രീമിന്റെ കൂടെ MBBS എന്ന് പറഞ്ഞ ഡ്രീമിന്റെ കൂടെ മിക്കവാറും ചില മെഡിക്കൽ കോളേജുകളുടെ ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് കൂടെ ചേർത്ത് ഡ്രീം ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു നിവേദിതയ്ക്ക്? അങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ലൈക്ക് ഡെഫിനറ്റ്ലി ഞാൻ കുറെ എയിംസ് ഡൽഹി വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ ജിപ്മറും എന്റെ ഡ്രീം കോളേജാണ്. സോ അവിടെ അലോട്ട്മെന്റ് അനുസരിച്ചിരിക്കും എവിടെ. അപ്പൊ എന്തായാലും ഡ്രീം ആയിട്ടുള്ള അതല്ലേ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് എപ്പോഴും ഒരു ഡ്രീം ഉണ്ടാവണം. നമ്മൾ ഇത്രയും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഫീൽ ചെയ്യണേ നമുക്കൊരു ഡ്രീം ഉണ്ട്. അപ്പൊ അതുണ്ടായിരുന്നു. 2026 നീറ്റ് എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അന്ന് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് 2025 അറ്റൻഡ് ചെയ്ത പല സ്റ്റുഡൻസിന്റെയും റിസൾട്ടുകളും അവരുടെ ഒരു റെസ്പോൺസുകളും ഉണ്ടായിരിക്കും. ശരിയല്ല? നമുക്കൊരു ഡൗട്ട് തോന്നുന്ന സമയത്ത് അത് ഓൾറെഡി നേടിയെടുത്ത ആളുകൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് കേൾക്കാൻ നമുക്കൊരു കൗതുകം ഉണ്ടാവും. ഇപ്പൊ നിവേദിത ഒരുപാട് സ്റ്റുഡൻസ് ശരിക്കും പറഞ്ഞാൽ 23 ലക്ഷം സ്റ്റുഡൻസ് സ്വപ്നം കണ്ട ഒരു എക്സാമിനേഷനിൽ വളരെ ഉയർന്ന ഒരു റാങ്ക്
ഓൾ ഇന്ത്യ ലെവലിലും കേരളയിലും കരസ്ഥമാക്കി നിൽക്കുകയാണ്. അപ്പോൾ 2027 ഇതുപോലെ വലിയ റിസൾട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഡ്രീം ചെയ്യുന്ന കുറേ അധികം സ്റ്റുഡൻസ് ഉറപ്പായിട്ടും നിങ്ങൾ ടോപ്പേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പലർക്കും ഇപ്പോൾ പല കൺസേണും ഉണ്ട്. എക്സാം ടഫ് ആയാലേ, എക്സാം സിമ്പിൾ ആവുമോ, ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം ആണോ, ഒരു വർഷം വെർത്താണോ, ഇങ്ങനെ ഒരുപാട് കൺസേണുകൾ സ്റ്റുഡൻസിനുണ്ടാവും. അതെപ്പോഴും ഒരു ടോപ്പർ പറയുന്ന രീതിയിൽ വരുമ്പോൾ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഡ്രീം കൊണ്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ധൈര്യം കിട്ടും. അപ്പോൾ എന്താണ് 2027 നീറ്റ് എക്സാം ടഫാണോ സിമ്പിൾ ആണോ എന്നൊന്നും അറിയാതെ ഈ ഡ്രീമിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചാലോ എന്ന് ആലോചിക്കുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനോട് പറയാനായിട്ടുള്ളത്? I mean, firstly, ചെയ്യാൻ if you decide, you don't drop your ഒരു ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ ദ സ്കീം ഓഫ് തിങ്സ് ഒരു വർഷം ഇസ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഡ്രീമിന് വേണ്ടി. യു ഗോട്ട് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. അപ്പം ആ ഡ്രോപ്പ് ഇയർ ഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ സെയിം ലെവൽ. അവസാനം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും ഈ ലെവൽ എത്താൻ പറ്റും. ഏത് ലെവൽ വേണമെങ്കിലും എത്താം, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് എഫേർട്ട് യു പുട്ട്. സോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രീം ആണെങ്കിൽ അത് തന്നെ ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുക. You will reach the result. You will reach the result, yeah. Okay. നിവേദിത, നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് ഡ്രീം ചെയ്ത കാര്യങ്ങളിലേക്ക് വളരെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു. റാങ്ക് വന്നു, വളരെ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി ആ ഡ്രീം ചെയ്യുന്ന കോളേജിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണേലും നിവേദിതയുടെ ഒരു സ്റ്റോറി ഉറപ്പായിട്ടും 2027 ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക്സ്. നിവേദിത നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു റിസൾട്ട് ആ തന്ന കാര്യങ്ങൾ കൊണ്ട് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു മോട്ടിവേഷൻ തന്നെയാണ് സ്റ്റുഡൻസിനും ഞങ്ങൾക്കും. അപ്പോൾ ഒരു തവണ കൂടെ കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ നമുക്ക് വിക്ടറി ഡേക്ക് കാണാം. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.